ആഫ്റ്റർ 2000 RPM ഇത് അത്യാവശ്യം നന്നായിട്ട് ടർബോ കിക്ക് ചെയ്യും. രണ്ട് ജനറേഷനുകൾ മാറി വന്നെങ്കിലും ഇന്നും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കാറിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ ഇഷ്ടം ഇതിനകത്തിരിക്കുന്ന ഡീസൽ എഞ്ചിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ എഞ്ചിനെ പറ്റിയിട്ട് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള മോസ്റ്റ് റിലയബിൾ ആൻഡ് പ്രാക്ടിക്കൽ ഡീസൽ എഞ്ചിനാണ് നമ്മുടെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. 25 ഈ കാർ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ എഞ്ചിൻ എടുക്കുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സെയിം എഞ്ചിൻ നമ്മുടെ എട്ടുകയിലും ഡിസൈറിലൊക്കെ ടൂർ വേരിയന്റുകളിൽ ഏകദേശം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് കാറുണ്ട്. അതായത് ഈ എഞ്ചിൻ അത്യാവശ്യം നല്ല റിലയബിൾ ആണ്. പിന്നെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പാർട്സുകളാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഇന്നും നിങ്ങൾക്ക് സുഖമായിട്ട് സർവീസ് ചെയ്യാനും അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പാർട്സ് അവൈലബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഏകദേശം 75 bhp ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ 2000 RPM ഇത് അത്യാവശ്യം നന്നായിട്ട് ടർബോ കിക്ക് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 75 bhp പോരെ കുറച്ചും കൂടി നല്ല പവർ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ട്യൂണർ ഫ്രണ്ട്ലി ആണ്. കാരണം എന്താ വെച്ചാൽ മാരുതി സുസുക്കി ആണെങ്കിലും ഫിയറ്റ് ആണെങ്കിലും ഇത് ഇന്ത്യയിൽ 90 bhp വേരിയന്റ് ആയിട്ടും ഇത് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട് പല വണ്ടികളിലും. അപ്പം ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്കൊന്ന് സ്റ്റേജ് 1 ട്യൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 bhp എബോ ഇതിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സ്വിഫ്റ്റ് ഡീസൽ എത്രത്തോളം ഫ്യൂവൽ എഫിഷ്യന്റ് ആണെന്ന് ചോദിച്ചാൽ ഇന്നും ഇതിനൊരു ആവറേജ് 80 to 20 ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന വാഹനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ അത്യാവശ്യം ഒരു ഓട്ടമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൈവേയിലും സിറ്റിയിലും ഒരുപോലെ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ഡീസൽ എന്ന് പറയുന്നത്. അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിന്റെ ശേഷം വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി വെയിറ്റ് ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഹൈവേ സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റിന്റെ 2017 വരെയുള്ള വേരിയന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂസ്ഡ് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു മുതലാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡീസൽ എന്ന് പറയുന്നത്.